കഴിഞ്ഞ ദിവസമായിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട താരപുത്രി മീനാക്ഷി ദിലീപ് ഡോക്ടറായ വിശേഷം നമ്മളെല്ലാവരും അറിഞ്ഞത്. ദിലീപും മീനാക്ഷിയും കാവ്യമാധവന്റെ ആരാധകരുമൊക്കെയായിരുന്നു ഈ വാർത്തകൾ ഏറ്റെടുത്തത്. എന്നാൽ ആ ഒരു ഫ്രെയിമിൽ അമ്മ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. മീനാക്ഷിയുടെ പ്രിയപ്പെട്ട അമ്മ, മലയാളികളുടെ പ്രിയപ്പെട്ട മഞ്ജു വാര്യർ അവിടെ ഒന്നുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കെല്ലാവർക്കും കൂടുതൽ സന്തോഷമായേനെ. മീനാക്ഷി ഡോക്ടറായതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. മറ്റൊന്നും ഞങ്ങൾക്കതിൽ പങ്കുവയ്ക്കാനില്ല. ഏറ്റവും പ്രിയപ്പെട്ട താരപുത്രി, നിന്റെ ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭൂരിഭാഗം ആരാധകരും കഴിഞ്ഞ ദിവസം എത്തിയത്. എന്നാൽ അവർക്കൊക്കെ തന്നെയും വലിയ നിരാശ അവരുടെ അമ്മ ഇല്ല എന്നതായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ മഞ്ജു വാര്യർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മഞ്ജു വാര്യർ ചെന്നൈയിൽ ഉണ്ടായിരുന്നുവെന്നും മീനാക്ഷിയുടെ ചടങ്ങിന് പങ്കെടുത്തിട്ടുണ്ടാകാമെന്നും പറയുന്നു. ആൾക്കൂട്ടത്തിൽ വന്ന മീനാക്ഷിയെ കണ്ടു മടങ്ങിയിട്ടുണ്ടാകാം. മീനാക്ഷിയുടെ മുഖത്ത് സന്തോഷമുണ്ട്. എന്നാലും വലിയ ആഹ്ലാദത്തിലാണ് അച്ഛനും കാവ്യയും. ദിലീപും കാവ്യയും ഇന്നലെ തകർത്ത് ആഘോഷിച്ചു. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു സന്തോഷം ഇവരുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. മീനാക്ഷി എല്ലാത്തിനും വളരെ ചെറുതായി എടുക്കുന്നൊരു വ്യക്തിയാണ്. എന്ത് സന്തോഷമുണ്ടെങ്കിലും അത് അധികമൊന്നും സോഷ്യൽ മീഡിയയിൽ കാണിക്കാനൊന്നും മീനാക്ഷി നിൽക്കാറില്ല. അത്തരത്തിലൊരു താരപുത്രിയാണ് മീനാക്ഷി ദിലീപ്. അക്കൂട്ടത്തിലാണ് ഇപ്പോൾ മീനാക്ഷി ഡോക്ടർ കൂടിയായിരിക്കുന്നത്. ഒരിക്കലും മീനാക്ഷി അതൊന്നും പ്രേക്ഷകരുടെ മുന്നിൽ കാണിക്കില്ല. ഡോക്ടർ മീനാക്ഷി ഗോപാലകൃഷ്ണൻ ഇന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് വേദിയിൽ കയറി ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റും വാങ്ങി ഇറങ്ങുന്ന മീനാക്ഷിയുടെ വീഡിയോ അതിവേഗം വൈറലായി. ഇത് കാണാൻ ദിലീപും കാവ്യയും അതിരാവിലെ തന്നെ ചെന്നൈയിലേക്ക് അവളുടെ കോളേജിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇരുവരുടെയും ചടങ്ങിനൊക്കെ തന്നെയും പങ്കെടുത്തത്. അവിടെയുള്ളവരോടൊക്കെ സംസാരിക്കുകയും മീനാക്ഷിയുടെ അധ്യാപകരോട് പ്രത്യേകമായി എടുത്ത് പറയുകയും ചെയ്തതിനു ശേഷമാണ് മടങ്ങിയത്. ഇനി മകളുടെ ഭാവി പ്ലാനുകളാണ്. ഒന്നെങ്കിൽ MD ചെയ്യുമായിരിക്കാം. കൂടുതൽ പേരും പറയുന്നത് മീനാക്ഷി പഠിക്കാൻ താല്പര്യമുള്ള കുട്ടിയായതുകൊണ്ട് MD ചെയ്യുമായിരിക്കും എന്നാണ്. അതുപോലെ തന്നെ MDയോടൊപ്പം തന്നെ ചിലപ്പോൾ ജോലിക്കും പ്രവേശിക്കാം എന്നും അതിനും സാധ്യതയുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നു. എന്തു തന്നെയായാലും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും. അമ്മ ഇതെവിടെയോ ഇരുന്ന് കാണുന്നുണ്ട്. ജീവനോടെയുണ്ട്, അടുത്തല്ല എന്നേ ഉള്ളൂ. ചെന്നൈയിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഉറപ്പാണ് മോളെ, ആ അമ്മയ്ക്ക് അത്രമൊന്നും മാറി നിൽക്കാനാകില്ല. ആ അമ്മ വന്ന് നിന്റെ ഈ മനോഹരമായ ദിവസത്തെക്കുറിച്ച് കണ്ടു കാണും. ഒന്നും പറയാതെ പോയതായിരിക്കാം. നീ വിഷമിക്കണ്ട, ഒരിക്കലും വിഷമിക്കണ്ട. ആ അമ്മ ആരോടും പറയാതെ വന്ന് നിന്റെ ഈ നല്ല നേട്ടം കണ്ടിട്ട് മടങ്ങിയിട്ടുണ്ടായിരിക്കാം. ഒരിക്കലും നീ ഇതാലോചിച്ച് വിഷമിക്കരുത്, ഒരിക്കലും സങ്കടപ്പെടരുത്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പ്രേക്ഷകർക്കൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് അറിയാൻ വളരെയധികം ഇഷ്ടമാണ്. മഞ്ജു വാര്യരും ദിലീപും കഴിഞ്ഞാൽ പിന്നീട് ഇവരുടെ ഏകമകൾ മീനാക്ഷി തന്നെയാണ് എല്ലാവരുടെയും സംസാര വിഷയം. അതിനെക്കുറിച്ച് അറിയാനാണ് പ്രേക്ഷകർ കൂടുതൽക്കും ആവേശവും. എപ്പോഴും പ്രേക്ഷകർ അറിയുന്നതും സംസാരിക്കുന്നതും ഒക്കെ അവരെക്കുറിച്ച് തന്നെയാണ്, മീനാക്ഷിയെക്കുറിച്ച് തന്നെയാണ്, മീനാക്ഷിയോടുള്ള സ്നേഹം തന്നെയാണ്. ഇപ്പോൾ മാമാട്ടി കൂടി ആ പട്ടികയിലുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ നീ ഡോക്ടറായി മാറിയ മീനാക്ഷി തന്നെയാണ് ഏറ്റവും വലിയ സംസാരമായി നിൽക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.